विचारिता दे दे माँ श्री निर्मला निर्विचारिता दे दे माँ एककार अनुभूति के लिए एककार अनुभूति के लिए निर्विचारिता दे दे माँ एककार अनुभूति के लिए निर्विचारिता दे दे माँ
ജയശ്രീ മാതാജി. ഇന്നത്തെ ഈ കളക്റ്റീവ് മെഡിറ്റേഷന് പങ്കെടുക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് രണ്ട് കൈകളും മടിയിൽ തുറന്നു വയ്ക്കാം. ശ്രീ മാതാജിയെ വളരെ ഭക്തിയോടെ നമുക്ക് ഹൃദയത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ശ്രീ മാതാജി, അങ്ങ് ഇന്നത്തെ ഈവനിങ് മെഡിറ്റേഷനുള്ള അനുവാദം നൽകിയാലും പതുക്കെ പതുക്കെ നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. വലത് കൈയെടുത്ത് ഹൃദയത്തിലേക്ക് ചേർത്ത് പിടിക്കാം. ഭക്തിപൂർവ്വം, വളരെ ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം, വിനയത്തോടെ പ്രാർത്ഥിക്കാം. ശ്രീ മാതാജി, ദയവായി ഞങ്ങളുടെ ഹൃദയത്തിലേക്ക് വന്നാലും. ഈ ധ്യാനത്തിലുടനീളം അങ്ങയുടെ നിരാകാര രൂപത്തിലുള്ള സാന്നിധ്യം, സാമീപ്യം ഞങ്ങൾക്ക് അനുഭവപ്പെടുത്തിയാൽ കുണ്ടലിനിയുടെ സ്ഥാനത്ത് ശ്രദ്ധ വെച്ചുകൊണ്ട് വളരെ ഭക്തിപൂർവ്വം കുണ്ടലിനി റേസ് ചെയ്തിട്ട് ബന്ധം ചെയ്യും. ഓരോ സ്റ്റെപ്പിലും ചൈതന്യത്തിനെ മാത്രം ശ്രദ്ധിക്കാം. വാക്കുകളോ മന്ത്രങ്ങളോ അല്ല, ഈ ചൈതന്യം മാത്രമാണ് പ്രാധാന്യം. ശ്രീ മാതാജിയുടെ സാന്നിധ്യം. മന്ത്രങ്ങൾക്ക് ശേഷവും ഓരോ സ്റ്റെപ്പിലും നമുക്ക് എവിടെയാണ് ചൈതന്യം മനസ്സിലാകുന്നത് അത് മാത്രം ശ്രദ്ധിക്കാം. ഒന്ന് മഹാമന്ത്രങ്ങളും ശ്രീ ഗണേശ മന്ത്രവും ചൊല്ലാം. ത്വമേവ സാക്ഷാത് ശ്രീ മഹാലക്ഷ്മി महासरस्वती महाकाली त्रिगुणात्मिका कुण्डलने साक्षात् श्रेयादिशक्ति माताजी निर्मला देवै नमो नमः। ॐ त्वमेव साक्षात् श्रीकल्के साक्षात् श्रेयादिशक्ति माताजी श्री निर्मला देवै
साक्षात् श्री कल्के साक्षात् श्री सहस्रार स्वामिने मोक्ष प्रदायिने माताजे श्री निर्मला देवै नमो नमः। ॐ त्वमेव साक्षात् श्री गणेश साक्षात् श्री आदिशक्ति माताजी श्री निर्मला देवै नमो नमः। മന്ത്രങ്ങൾക്ക് ശേഷമുള്ള ആ ചൈതന്യത്തിനെ വീണ്ടും ശ്രദ്ധിക്കുക. നാഡികളുടെ സന്തുലനം ചെയ്യാൻ വേണ്ടിയിട്ട് ഇടത് കൈ മടിയിലും വലത് കൈ ഭൂമിയിലേക്കും വയ്ക്കാം. പൂർണ്ണ ഭക്തിയോടെ പൂർണ്ണമായി ശ്രീ മാതാജിയാണ് എല്ലാം ചെയ്യുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ പ്രാർത്ഥിക്കാം. ശ്രീ മാതാജി, ദയവായി ഈ കളക്ടിവിറ്റിയുടെ ഇടനാടി ഭൂമി തത്വത്താൽ ശുദ്ധീകരിച്ചാലും ഞങ്ങളുടെ ശുദ്ധമായ ഇച്ഛാശക്തിയെ ഉണർത്തിയാലും ശ്രീ മാതാജി, ഇടനാടിയിൽ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാം. ഇടത് കൈയിലും മൂർധാവിലും ശ്രദ്ധിക്കുക. ശ്രീ മഹാകാലി സാക്ഷാത്, ശ്രീ മഹാകാൽ ഭൈരവ് സാക്ഷാത് എന്നുള്ള മന്ത്രം ചൊല്ലാം. ത്വമേവ സാക്ഷാത് ശ്രീ മഹാകാലി സാക്ഷാത് ശ്രീ ഭൈരവനാഥ സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവ്യൈ നമോ നമഃ. ശ്രീ മാതാജി ശുദ്ധമായ ഇച്ഛാശക്തി നിറച്ചാലും കുറച്ചു സമയം നമുക്ക് ശ്രദ്ധ ഇടനാഴിൽ വെച്ചുകൊണ്ടിരിക്കാം. സാവധാനം വലത് കൈ മടിയിലേക്കും ഇടത് കൈ ആകാശത്തേക്കും വയ്ക്കാം. വലത് കൈയിലും മൂർധാവിലും ശ്രദ്ധിക്കുക. പിംഗളനാടിയിൽ ശ്രദ്ധിക്കുക. ശ്രീ മാതാജി
ദയവായി ഞങ്ങളുടെ പിംഗളാനാഡിയിലെ എല്ലാ ദോഷങ്ങളും ആകാശതത്വത്തിലേക്ക് മാറ്റുക. ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ അസന്തുലിതമായ കാര്യങ്ങളും, ശരീരത്തിന്റെ അധിക താപം എല്ലാം തന്നെ ആകാശതത്വത്തിലേക്ക് മാറ്റി ശുദ്ധമായ ക്രിയാശക്തി നൽകുകയാണ്. ശ്രീ മഹാസരസ്വതി സാക്ഷാൽ, ശ്രീ ഹനുമാൻ സാക്ഷാൽ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഓം ത്വമേവ സാക്ഷാത് ശ്രീ മഹാസരസ്വതി സാക്ഷാത്, ശ്രീ ഹനുമാൻ സാക്ഷാത്, ശ്രീ ആദിശക്തി മാതാജി, ശ്രീ നിർമ്മലാ ദേവ്യൈ നമോ നമഃ. ശ്രീ മാതാജി, ഈ കളക്ടിവിറ്റിയുടെ പിംഗളാനാഡി പൂർണ്ണമായും ശുദ്ധീകരിച്ചാൽ കുറച്ച് സമയം നമുക്ക് ഇരുന്ന് കൊടുക്കാം. സാവധാനം 2 കൈകളും മടിയിൽ വയ്ക്കാം. നമ്മുടെ ശ്രദ്ധ പൂർണ്ണമായും മധ്യനാഡിയിലെ സുഷുമ്നാനാഡിയിൽ കൊടുക്കുക. ശ്രീമാതജി, ഈ കളക്ടിവിറ്റിയുടെ സുഷുമ്നാനാഡി പൂർണ്ണമായി ശുദ്ധീകരിച്ചാൽ, ഞങ്ങളെ സന്തുലനത്തിലേക്ക് നയിച്ചാൽ, ഗുണമായ മഹാലക്ഷ്മി തത്വത്തിൽ ഞങ്ങളെ സ്ഥാപിച്ചാലും, ധ്യാനത്തിലുടനീളം വർത്തമാന കാലത്തിൽ സ്ഥാപിച്ചാൽ, ഗുണമായ നിർവിചാരതയിൽ സ്ഥാപിച്ചാൽ, ഞങ്ങളുടെ ആധ്യാത്മിക ഉത്ഥാനത്തിന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ദോഷങ്ങളും ദയവ് ചെയ്ത് ഇല്ലാതാക്കിയാലും, നമുക്ക് താഴേന്ന്, നട്ടലിന് താഴേന്ന് മുകളിലേക്ക് 3-4 പ്രാവശ്യം ശ്രദ്ധ കൊണ്ടുവരാം. കുണ്ടലിനി എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് പതുക്കെ സഹസ്രാരം വരെ സദാസമയവും നമുക്ക് നമ്മളെ സുഷുമ്നാ നാഡിയിൽ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ശ്രീമതി, ഞങ്ങളെ സുഷുമ്നാ നാഡിയിൽ സ്ഥാപിച്ചാലും, സുഷുമ്നാ നാഡി വികസിപ്പിച്ചാലും എല്ലാ തടസ്സങ്ങളും മാറ്റി, കുണ്ടലിനി ശക്തിക്ക് മൂർധാവിലെത്താനുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി ഞങ്ങളുടെ സുഷുമ്നാ നാഡി വികസിപ്പിച്ചാൽ, ശ്രീ മഹാലക്ഷ്മി സാക്ഷാൽ എന്നുള്ള മന്ത്രം ചൊല്ലാം. ത്വമേവ സാക്ഷാത് ശ്രീ മഹാലക്ഷ്മി സാക്ഷാത്, ശ്രീ ആദിശക്തി മാതാജി, ശ്രീ നിർമ്മലാ ദേവ്യൈ നമോ നമഃ. മൂലാധാര ചക്രത്തില് ശ്രദ്ധ കൊടുക്കാം. ശ്രീമാതജി,
ഞങ്ങളിൽ ശ്രീ ഗണേശ ശക്തി ഉണർത്തിയാലും. ഞങ്ങളെ ഒരു ശിശുവിനെ പോലെ നിഷ്കളങ്കരാക്കിയാലും. മൂലാധാര ചക്രത്തില് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാം കുറച്ചു സമയം. ശ്രീ ഗണേശന്റെ നിഷ്കളങ്കത, പരിശുദ്ധത, വിവേകബുദ്ധി, സമർപ്പണം, ഇതെല്ലാം ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചാൽ ശ്രീമാതി അങ്ങയുടെ ധ്യാനം ചെയ്യാനായിട്ട് ഞങ്ങളെ പ്രാപ്തരാക്കിയാലും. ശ്രദ്ധ അവിടെ തന്നെയാണോ എന്ന് നോക്കുക. ശ്രദ്ധ കിട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ കൂട്ടത്തില് ശ്വാസവും ശ്രദ്ധിക്കാം. സ്വാധിഷ്ഠാന ചക്രത്തില് ശ്രദ്ധ കൊണ്ടുപോകാം. ഇടത് കൈയെ പതുക്കെ നമ്മുടെ വലതേ സ്വാധിഷ്ഠാനത്തിലേക്ക് വയ്ക്കാം. വളരെ ഭക്തിപൂർവം ശ്രീമാതാജിയോട് പ്രാർത്ഥിക്കാം. ശ്രീമാതാജി, ഞങ്ങളുടെ അറ്റൻഷൻ, ഞങ്ങളുടെ ശ്രദ്ധ ശുദ്ധീകരിച്ചാൽ സദാസമയവും ഇങ്ങനെ പുറത്ത് നടക്കുന്ന അറ്റൻഷൻ ഇത് ഞങ്ങളുടെ ആത്മാവിൽ മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കട്ടെ. ശ്രീ നിർമ്മൽ ചിത്ത സാക്ഷാൽ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഓം ത്വമേവ സാക്ഷാത് ശ്രീ നിർമ്മൽ ചിത്ത സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവ്യൈ നമോ നമഃ. Shri Mataji, you are the doer and you are the enjoyer. എല്ലാം അങ്ങ് തന്നെ ചെയ്യുന്നു. ഞങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല. കുറച്ച് സമയം റൈറ്റ് സ്വാധിഷ്ഠാനത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കൈ മടിയിലേക്ക് വയ്ക്കാം. നാഭി ചക്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. നമ്മുടെ നട്ടെല്ലില് ശ്രദ്ധിക്കുക. നാഭിയുടെ ബാക്ക് സൈഡിൽ നമ്മുടെ അറ്റൻഷനെ നമ്മുടെ ബാക്ക് സൈഡിൽ കൂടെ ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് ആന്റി ക്ലോക്ക് വൈസ് ആയിട്ട് അറ്റൻഷനെ നമുക്ക് അങ്ങനെ മൂവ് ചെയ്യാൻ സാധിക്കും.
ശ്രീമാതജി, ഈ സമ്പൂർണ്ണ കളക്ടിവിറ്റിയുടെ നാഭീച്ച തത്വം ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ ലക്ഷ്മി തത്വത്തിൽ നിന്ന് മഹാലക്ഷ്മി തത്വത്തിലേക്ക് നയിച്ചാലും ശ്രീമാതജി, അങ്ങയുടെ കൃപയാൽ ഞങ്ങൾ സന്തുഷ്ടരാണ്. ഹൃദയത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. മധ്യഹൃദയം, ശ്വാസത്തിനെ പതുക്കെ നമ്മളെ ഉള്ളിലേക്ക് എടുത്തിട്ട് പതുക്കെ ഒന്ന് ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ശ്രീ ജഗദംബ ആ രൂപം, ശ്രീമാതാജി സാക്ഷാൽ ജഗദംബയായി നമ്മുടെ മധ്യഹൃദയത്തിൽ കുടികൊള്ളുന്നു. ആ സമ്പൂർണ്ണ ഭാവത്തോടെ ഇവിടെ മാത്രം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. നട്ടെല്ലില് വേണം ശ്രദ്ധിക്കാന്. നട്ടെല്ലിൽ തന്നെ നമ്മൾ ആ ചൈതന്യം മനസ്സിലാക്കാം. അവിടെയും നമുക്ക് ശ്രദ്ധ ആന്റി ക്ലോക്ക് വൈസ് കൊണ്ടുപോകാം. ശ്രീ ജഗദം, ശ്രീ ജഗദം, ശ്രീ ജഗദം. ഇടത് കൈ നമുക്ക് ഹൃദയത്തിലേക്ക് വയ്ക്കാം. ലെഫ്റ്റ് ഹാർട്ട്. ശ്രീമാതജി, ദയവായി ഞങ്ങളെ സമ്പൂർണമായ ആത്മതത്വത്തിലേക്ക് നയിച്ചാൽ. ശ്രീമാതജി, ദയവായി ഞങ്ങളെ ആത്മതത്വത്തിൽ സ്ഥാപിച്ചാൽ. ഞങ്ങൾ ആത്മാവല്ല, ആത്മാവല്ലാതെ മറ്റൊന്നുമല്ല. ആത്മാവ് മാത്രമാവുന്നു എന്നുള്ള ബോധം ഞങ്ങളെ സ്ഥാപിച്ചാലും. കൈമടിയിലേക്ക് വയ്ക്കാം. സാവധാനം മധ്യഹൃദയത്തിലേക്ക് വീണ്ടും ശ്രദ്ധ കൊണ്ടുവരിക. മധ്യഹൃദയത്തിലും സഹസ്രാരത്തിലും ഒന്നിച്ച് ശ്രദ്ധ കൊടുത്തുകൊണ്ട് പ്രാർത്ഥിക്കുക. ശ്രീമാതജി, പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയം തുറന്നാലും സഹസ്രാരം തുറന്നാലും ശ്രീമാതജി,
ഇത് അങ്ങയുടെ കൃപയാൽ മാത്രം സാധിക്കുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾക്ക് ഇതൊന്നും സാധ്യമല്ല. ശ്രീചരണങ്ങളിൽ ഈ കളക്റ്റീവ് ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു. പൂർണ്ണമായി ഞങ്ങളുടെ ഹൃദയം തുറന്നാലും സഹസ്രാരം തുറന്നാലും ശ്രീമാതജി ദയവായി ഞങ്ങളുടെ ഹൃദയം തുറന്നാലും സഹസ്രാരം തുറന്നാലും വിശുദ്ധി ചക്രത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുപോവാ. ആജ്ഞാചക്രത്തിലേക്ക് പതുക്കെ ശ്രദ്ധിക്കാം. വലത് കൈ നെറ്റിയിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കാം. ശ്രീമാതജി, ഞങ്ങൾ എല്ലാ ചിന്തകളും അങ്ങേക്ക് സമർപ്പിക്കുന്നു, എല്ലാ പ്രശ്നങ്ങളും സമർപ്പിക്കുന്നു. ഞങ്ങൾ എല്ലാവരോടും ക്ഷമിച്ചിരിക്കുന്നു, സ്വയം ക്ഷമിച്ചിരിക്കുന്നു. ഞങ്ങളുടെ പ്രശ്നങ്ങളോടും വിചാരങ്ങളോടും ക്ഷമിച്ചിരിക്കുന്നു. ആജ്ഞാചക്രത്തിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. കൈ കുറച്ചൊന്ന് പ്രസ് ചെയ്ത് പിടിക്കാം. പൂർണ്ണമായി നമ്മൾ ക്ഷമിക്കാൻ ശ്രമിക്കുക. പൂർണ്ണമായി തോട്ട്ലെസ്നെസ്, അതിനു വേണ്ടിയിട്ട് പൂർണ്ണമായ നിർവിചാരതയ്ക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം. ഒരു മിനിറ്റ് നമുക്ക് കൈ തലയുടെ പുറകു ഭാഗത്തേക്ക് കൊണ്ടുപോവാം. ബാക്ക് ആജ്ഞ. നമ്മുടെ പരമാത്മാവിനോട് പ്രാർത്ഥിക്കാം. ആത്മാവിന് വിരുദ്ധമായി ഞങ്ങളിൽ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി ക്ഷമിച്ചാലും. ആത്മതത്വത്തിന് വിരുദ്ധമായി ചെയ്തിട്ടുള്ള എല്ലാ പ്രവൃത്തികൾക്കും ഞങ്ങളോട് ക്ഷമിച്ചാൽ. വായിക്കാജ്യ കൈ വെക്കുമ്പോൾ ശ്രദ്ധ അവിടെ പൂർണ്ണമായിട്ട് ഉണ്ടാവണം. പ്ലീസ് forgive us, പ്ലീസ് forgive us. ഊർധാവില് കൈവയ്ക്കാം. നട്ടില് കഴിയുന്നത്ര നേരെ ഇരിക്കട്ടെ. ശിരസൽപ്പം മുമ്പോട്ട് ഒന്ന് കുനിച്ചു വെക്കാം ചെറുതായിട്ട്. 4-5 പ്രാവശ്യം പ്രസ് ചെയ്തിട്ട് പതുക്കെ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഓരോ പ്രാവശ്യവും നമ്മൾ വളരെ സ്നേഹത്തോടെ വിനയത്തോടെ വേണം പ്രാർത്ഥിക്കാൻ. ശ്രീമാതജി ദയവായി ഞങ്ങളെ യോഗയിൽ സ്ഥാപിച്ചാലും, ദയവായി ഞങ്ങളെ ആത്മസാക്ഷാത്കാരത്തിൽ സ്ഥാപിച്ചാൽ നമ്മുടെ ഉള്ളിൽ കുടികൊള്ളുന്ന കുണ്ടലിനി ശക്തിയോട് പ്രാർത്ഥിക്കാം. അങ്ങ് സദാസമയവും ഞങ്ങളുടെ സഹസ്രാരത്തിൽ വസിച്ചാലും സദാസമയവും ഞങ്ങൾക്ക് നിർവിചാരത നൽകിയാൽ, സദാസമയവും പരമാത്മാവിന്റെ സ്നേഹം ഞങ്ങളിലേക്ക് എത്തിച്ചാലും
വളരെ ഹൃദയത്തിൽ നിന്ന് വളരെ വിനയത്തോടെ. കാരണം അങ്ങേയറ്റം വലിയൊരു കാര്യമാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ദയവായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും, ദയവായി ഞങ്ങളെ അനുഗ്രഹിച്ചാലും. Please bless us with your divine love. പതുക്കെ കൈകള് 2-3 ഇഞ്ച് മുകളിലോട്ട് ഉയർത്തിയിട്ട് വളരെ പതുക്കെ മടിയിലേക്ക് വയ്ക്കാം. 2 കൈകളിലും മൂർധാവിലും ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമുക്ക് തോട്ട്സ് വരുന്നുണ്ടോ ശ്രദ്ധിക്കണം. നമ്മുടെ ശ്വാസത്തിനെ ശ്രദ്ധിക്കാം. മൂർധാവിൽ ശ്രദ്ധിച്ചുകൊണ്ട് ശ്രീ നിർവിചാരിത സാക്ഷാ എന്നുള്ള മന്ത്രം ചൊല്ലാം. ഓം ത്വമേവ സാക്ഷാത് ശ്രീ നിർവിചാരിത സാക്ഷാത് ശ്രീ ആദിശക്തി മാതാജി ശ്രീ നിർമ്മലാ ദേവ്യൈ നമോ നമഃ. നമുക്ക് ഏത് വിചാരങ്ങളുണ്ടോ എന്നാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. വിചാരം വരുന്നുണ്ടെങ്കിൽ ഇത് വേണ്ട എന്ന് പറയുക. വേണ്ട വേണ്ട. നേതി നേതി. I don't want to think any. ശ്രീമതിജി ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചാലും. എങ്ങനെ ധ്യാനിക്കണം എന്ന് നമുക്ക് അറിയില്ല. ദയവായി ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചാലും ശ്രീമതിജി. വീണ്ടും ജസ്റ്റ് നമ്മുടെ ശ്വാസത്തിനെ ശ്രദ്ധിച്ചാൽ മാത്രം മതി. ശ്രദ്ധിക്കുക. We are not doing anything. ഒന്നും തന്നെ ചെയ്യുന്നില്ല. വിചാരം വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ശ്രദ്ധിക്കുക. അപ്പോൾ വേണ്ട, ഈ വിചാരം വേണ്ട. ശ്രീമാതജി അങ്ങയുടെ സ്നേഹം ഞങ്ങളിലേക്ക് എത്തിച്ചാലും. പരമാത്മാവിന്റെ സ്നേഹം, ചൈതന്യം ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചാലും. പ്ലീസ് ടേക്ക് us to deep meditation. ശ്രീമതി ദയവായി ഞങ്ങളെ ധ്യാനത്തിലേക്ക് നയിച്ചാലും. ഈ അവസ്ഥയിൽ ശ്രീമാതജിയുടെ അമൃതവാണി ഗ്രഹിക്കാം. പൂർണ്ണ ഭക്തിയോടെ, പൂർണ്ണ ശ്രദ്ധയോടെ. Now, you all have realized by this time that within us lies the peace, the beauty, the glory of our being. There's an ocean of all that. We cannot seek it outside. We have to go within. What they call in the meditative state. You seek it. You enjoy it. Like when you are thirsty, you go to a river or you go to an ocean. And try to quench your thirst.
But even the ocean cannot give you sweet water. So, how can anything that is spread outside give you that deep thing that is within you? You are trying to find it out outside where it does not lie. It is within us, absolutely within us. It is so simple because it is your own. It is within your reach, just there. Whatever you have been doing, going out to find the joy, the so-called joy, the so-called happiness, the so-called glory of worldly powers and worldly possessions. You have to reverse it back, the whole thing. You have to project within yourself. It was not wrong that you went out. It was not correct that you went out. You shouldn't feel sorry for what you have done so far. It was not the correct way to get to the real joy of life, the real glory of your being. It has worked in so many people that you have entered into that subtler understanding. Some people are only at a mental level, maybe it doesn't matter. Maybe some are only at a physical level that they can feel it. Doesn't matter. But you are on the correct lines. You are moving correctly. Try to meditate. Meditate more so that you reach your inner being. And this inner being is the vast ocean of bliss which exists in every one of us. Is that vast, glorifying flood of light that floods everybody's inner beauty. So to approach it, you have to go within yourself. By denying things which are against it, against your movement. Sometimes the wind can be very, very strong for you to misunderstand that the glory of God is within. But turn back. Every moment, remember that your movement has to be inward. When you move inward, you forget the ideas of your outer glories. A person who is of a very base nature thinks that if he makes a lot of money, then he has a deep joy, but he has not. He is the most unhappy person if you go and see him. He is worried about small things of life. You must have heard that people who are very rich are kleptomaniacs. They are worried, they are very miserly. They are worried about a needle here and there. A little thing missing, they get upset. They have so many habits that they can't live without it. So riches have brought always a curse on human beings. So those who seek only the riches cannot enjoy them. Then there are some better people who think that by ruling others, by getting power, we can.
achieve a very great position in life. They too, as you fail, you have seen what happens to them. People don't even want to talk about them. Now there are people who get attached to someone, to one person, or to the family, to their children, to their relations, very common in India. That's also not the way you can get to God. That's also so limited, keeps you hanging around them and wasting your energy completely. But if you enter into your being fully, then all these things have such meaning. Everything has a meaning there. In the sense, if you possess anything, and if you are that kind of a person who is supposed to be possessive, he never possesses. He's so detached. He's never possessive. He's so detached about it. But he can play around because he's so detached. He can create a drama out of it. He can play with the possessions and teach lots of lessons to people. He's so detached, so generous. He enjoys his generosity. The whole thing becomes so different or so dynamic. All the beauty that is created by human beings as possession is exposed before you. And you start enjoying all those things without possessing them. You understand the myth of possession. Same with your powers that people have over other people. Those who try to make money out of SahajaYoga or want to have a kind of a privilege over SahajaYoga, which can be very subtle. This can go very far. The subtlety goes to this extent that I have seen people try to save money on account of SahajaYoga. That's also, the attention is on money. To make money or to save money, to make a business out of SahajaYoga is all absurd. But if you say so, I said, all right, go ahead for a while, try. You'll find that SahajaYoga is no business. Of course, Sahajogis can work together, can do some business. But SahajaYoga is no business. It's business of God, where you have to give everything that you have. Not to be attached to anything. Not to be attached. There's no money to be paid as such, but all your heart is to be poured into it. If you cannot pour your heart into it, you cannot achieve that. Same about power. Some people think that they can even overpower Sahajogis, impress them, control them. Such people are thrown out of Sahajayoga completely. You have to enjoy the power of love, that people see you as their protector, as their help, as their support, as their friend. Than is somebody who is a dominating personality. You have to be a fatherhead and not a demonic, destructive force which is always threatening everyone. Such people will be thrown out of SahajaYoga in no time. They are found out. I have no sympathies with such people. Never. That will bring you down. In no way.
Keep yourself aloof with them. Otherwise, when they are thrown away as tangents from SahajaYoga, you might get out with them. So be careful. Then those people waste all their time just thinking about their family, this thing, or those who have never thought of their family also come to SahajaYoga. This is a very subtler ground on which they can lose their attention to their spirit. They spoil their children, they spoil their husbands, they spoil their wives. The whole attention goes in a wrong way. And it becomes a very important issue with them, how the marriages are successful, how the children are this thing, that thing. They don't leave it to God. They have to leave it to God. We are all saints. You have to leave everything to God. In the beginning, in SahajaYoga, everybody says, my husband is like that, my wife is like that, my brother is like that, my children are like this, mother look after them. All right, in the beginning is all right. When you grow, you must get out. It's an individual journey towards God when you meditate. And when you reach there, then you become collective. Before that, it's an absolute individual journey within. Absolutely individual journey. You should be able to see this. That in this journey, nobody is your relation. Nobody is your brother. Nobody is your friend. You are absolutely alone. Absolutely alone. You have to move alone within yourself. Don't hate anyone. Don't be irresponsible. But in meditative mood, you are alone. No one exists there. You alone. And once you enter into that ocean, then the whole world becomes your family. The whole world is your own manifestation. All the children become your children, and you treat all the people with equal understanding. The whole expansion takes place when you enter inside your spirit and start seeing through the eyes of the spirit. With such calm, such peace, such bliss exists within you. You have to be ready for that journey. That journey is alone in your meditativeness. And the more you find something in your meditation, the more you want to go and distribute it to others. That has to be. If that does not come into you, then it has not worked out. There's no purity. There's some sort of a bias. In that individual pursuit, whatever you find, you want to enjoy it with others. You want to give it to others. This is the sign of a person who has been really meditative. The one who is meditative and has not been able to distribute what he has found is cheating himself and cheating others as well. Because that joy that you receive in your meditation has to be distributed, has to be given, has to be shown. It should flow in your being as the light radiates from every illumined lamp. You don't have to take a vow to say that this is an enlightened light. In the same way, a saint should not be certified that he is a saint. But the depth you achieve within yourself spreads all over. It is such an action as reaction. The more deeper you become, the radiation is much more. But a simple person
Very ordinary person, uneducated person can be like that. We have, one gentleman called Wari in Bombay. He's an old man. He's so deep. He radiates. People depend on him. He radiates love. He's so meditative. You don't have to spend too much time on meditation. But whatever you spend time, whatever you gain, has to be visible outside. How you radiate and how you give it to others. That's the quality of the saints you have to be. Unless and until you become deeper, we cannot save other surgeries. And we cannot save those who are not surgeries. You have to rise higher and higher to pull the whole curtain up. Those who try to rise higher pull the whole thing upward, and they give a pull to everyone who ascend with them. So just try to keep your aim clear cut. You must understand what is your aim in life as surgeons. Now you are changed people. You are no more people who have to deal with possessions or worry about them, about mundane things, about your livelihoods. You are no more people who have to worry too much about your health and things on your personal lives. You are not to worry also about your jobs so much. That's not important. And last of all, not to worry about your family, children, husband, wife, and find a pocket for you to hide into it. Because the only thing where you can really hide yourself is the love of God, where you can really get the great, restful, blissful feeling of His complete protection. Sydney has done very well before and is progressing better, but the pace is not as it should be. So we have to think of new ways and methods how we can spread this. But first you must assume your positions as you are. You must assume that you are all saints, that you have to do great work. Not the ego part of it, but the manifestation of it. Every one of you has to decide for oneself. I'm sure it's going to work out. And this time my visit is going to help you a lot by understanding what is the best to spread this light all over. May God bless you. കുറച്ച് നിമിഷം നമുക്ക് സൈലന്റ് മെഡിറ്റേഷൻ ഇരിക്കാം. മൂർധാവിന് കുറച്ച് മുകളിൽ ശ്രദ്ധ കൊടുത്തുകൊണ്ട്
രണ്ട് കൈകളുടെ മധ്യത്തിലും വിരൽ തുമ്പുകളിലും ഊർധ്വം. കൈകളെ സാവധാനം ഹൃദയത്തിന്റെ ലെവലിലേക്ക് ഉയർത്തിപ്പിടിക്കാം. വിരൽ തുമ്പുകളിൽ കൂടി വരുന്ന ചൈതന്യത്തിനെ നമ്മളെ ഉള്ളിലേക്ക് സ്വീകരിക്കാം. രണ്ട് കൈകളും കൂട്ടി തൊഴുതുകൊണ്ട് ശ്രീമാതജിക്ക് നന്ദി പറയാം. ശ്രീമാതജി ഈ ധ്യാനത്തിലുടനീളം അങ്ങനെ നിരാകാര രൂപത്തിന് ചൈതന്യ രൂപത്തിന് ഞങ്ങളെ അനുഗ്രഹിച്ച് കോടി നന്ദി, കോടി പ്രണാമം, അനന്ത കോടി പ്രണാമം. ശ്രീമാത സദാ ഞങ്ങളുടെ ചിത്രത്തിൽ ഞങ്ങളുടെ സഹസ്രാരത്തിൽ വസിച്ചാണ്. ധ്യാനത്തിൽ ഉടനീളം എന്തെങ്കിലും ഞങ്ങളുടെ മനസ്സാവാചാരത്തെ ദയവായി അങ്ങ് ക്ഷമിക്കണം. കളക്റ്റീവ് ബന്ധത്തിന് जय श्री माता जी।
Mm-hmm.